2025 ജനുവരി 19. അതുവരെ ലോകം ഇസ്രായേൽ ഹമാസ് സംഘർഷത്തെക്കുറിച്ചുള്ള വാർത്തകളെ ആശങ്കയോടെയാണ് വീക്ഷിച്ചിരുന്നത്. എന്നാൽ അന്ന് അല്പം പ്രതീക്ഷാ നിർഭരമായ വാർത്തയിലേക്ക് ഏവരും ഉറ്റുനോക്കുകയായിരുന്നു. നീണ്ട 15 മാസക്കാലത്തോളം ഹമാസിന്റെ തടവിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേലിൽ നിന്നുള്ള 3 വനിതാ ബന്ദികൾ മോചിക്കപ്പെട്ട ആ വാർത്ത ഉള്ളുലയ്ക്കാൻ പോന്നതായിരുന്നു. നാടും വീടും വിട്ട് ഉറ്റവരുടെയും ഉടയവരുടെയും കാണാമറയത്തു നിന്നും മാസങ്ങൾ തള്ളി നീക്കിയ ആ സ്ത്രീകൾ കഴിഞ്ഞ 1.25 വർഷത്തോളമായി ഭയത്തിന്റെ ഇരുളിൽ ദിനങ്ങൾ തള്ളി നീക്കി. നാട്ടിലേക്ക് തിരികെ ഒരു മടക്കമുണ്ടാകുമോ എന്ന് പോലും അറിയാത്ത ദിനരാത്രങ്ങളാണ് അവർ തള്ളി നീക്കിയത്. ഒടുവിൽ മോചന വാർത്ത വന്നതിനു പിന്നാലെ അവർക്ക് 3 പേർക്കും എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങാനുള്ള വ്യഗ്രതയായിരുന്നുവെന്ന് ഹമാസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്നും വ്യക്തമാണ്. മോചിക്കപ്പെടുന്നതിനായി ഭീകരർ മുന്നോട്ട് വെച്ച ഓരോ നിർദ്ദേശങ്ങളോടും അവർ അനുകൂലമായി പെരുമാറി. ഇതിന്റെ ഭാഗമായി തീവ്രവാദികൾ നൽകിയ പാലസ്തീൻ പതാക നെക്ലേസ് പോലെ അവർ ധരിച്ചു. കൂടാതെ അവരുടെ തടവ് കാലയളവിൽ എടുത്ത ചിത്രങ്ങൾ അടങ്ങിയ ഒരു ബാഗും ഹമാസ് ഭീകരർ അവർക്ക് കൈമാറുകയുണ്ടായി. ഹമാസിന്റെ പേരും ലോഗോയുമുള്ള ബാഗാണ് അവർ മോചിക്കപ്പെട്ട ബന്ദികൾക്ക് നൽകിയത്. ഇതിനൊപ്പം ഭീകരർ അവരെ ബലമായി ക്യാമറയ്ക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യിപ്പിക്കുകയും റോമി ഗോനൻ, ഡൊറോൺ സ്റ്റീൻബെക്കർ എന്നിവരാണ് നീണ്ട കാലത്തെ നിരാശ നിറഞ്ഞ ഇരുണ്ട ജീവിതത്തിന് ശേഷം ഇസ്രായേലിലേക്ക് തിരിച്ചെത്തിയത്. ഇതിൽ എമിലി ഡൊമാരിയെ 2023 ഒക്ടോബർ 7 അവരുടെ വീട്ടിൽ നിന്നും കയ്യിൽ വെടിയുതിർത്ത ശേഷമാണ് ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയത്. 471 ദിവസത്തെ വിഷാദം നിറഞ്ഞ ജീവിതത്തിനൊടുവിൽ മകൾ വീട്ടിലെത്തിയതിന്റെ സന്തോഷം വാക്കുകളിൽ ഒതുക്കാവുന്നതല്ല എന്നാണ് എമിലിയുടെ അമ്മ പ്രതികരിച്ചത്. അതുപോലെ തന്നെ ഡൊറോണിന്റെയും റോമിയുടെയും കുടുംബവും വെടിനിർത്തൽ കരാറിൽ ഉൾപ്പെട്ട എല്ലാ കക്ഷികൾക്കും നന്ദി അറിയിച്ചു. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി പ്രാബല്യത്തിൽ വന്ന തടവുകാരുടെ കൈമാറ്റ വ്യവസ്ഥ പ്രകാരം ഹമാസ് ജനുവരി 19 3 ബന്ദികളെ മോചിപ്പിച്ചപ്പോൾ 90 പാലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിക്കുകയുണ്ടായി. ഇതിനു പിന്നാലെ 2025 ജനുവരി 25 4 ഇസ്രയേൽ വനിതാ ബന്ദികളെ കൂടി വിട്ടയക്കുമെന്ന് ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹമാസിന്റെ ഉദ്യോഗസ്ഥനായ താഹിർ അൽ നുനുവാണ് ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തുവിട്ടത്. എന്നാൽ മോചിപ്പിക്കുന്ന ബന്ദികൾ ആരൊക്കെയാണെന്നത് സംബന്ധിച്ച പേരോ മറ്റു വിവരങ്ങളോ ഹമാസ് പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ശേഷിക്കുന്ന ബന്ദികളുടെ സ്ഥിതിഗതികളെ കുറിച്ചുള്ള ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ 98 ബന്ദികളാണ് ഗാസ മുനമ്പിൽ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ളത്. അടുത്തിടെ ഖത്തർ, ഈജിപ്ത്, അമേരിക്ക എന്നീ രാഷ്ട്രങ്ങളുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇസ്രയേലും ഹമാസും തമ്മിൽ തടവുകാരുടെ കൈമാറ്റ വ്യവസ്ഥ പ്രാബല്യത്തിൽ വന്നത്. ഇസ്രയേലിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്ന പാലസ്തീൻ തീവ്രവാദ തടവുകാർക്ക് പകരമായി ഇസ്രയേലിലെ ബന്ദികളെ ഹമാസും ഘട്ടം ഘട്ടമായി മോചിപ്പിക്കണമെന്ന നിർദ്ദേശപ്രകാരമുള്ള കരാർ അങ്ങനെ നിലവിൽ വന്നു. ഈ കരാർ പ്രകാരം ഹമാസ് 6 ആഴ്ചയ്ക്കുള്ളിൽ ഘട്ടം ഘട്ടമായി 33 ബന്ദികളെ മോചിപ്പിക്കും. അതിനു പകരമായി ഇസ്രായേൽ സർക്കാർ 2000 പാലസ്തീൻ തടവുകാരെ ജയിൽ മോചിതരാക്കും. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസ് വിട്ടയക്കേണ്ട 33 പേരുടെ പട്ടികയിൽ ഇസ്രയേലിൽ നിന്നുള്ള 7 വനിതാ ബന്ദികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ 2 പേർ സിവിലിയൻ ബന്ദികളും 5 പേർ ഇസ്രയേൽ വനിതാ സൈനികരുമാണ്. ഹമാസ് തടവിലാക്കിയ ഓരോ വനിതാ സൈനികർക്കും പകരമായി 50 പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കാനാണ് നിലവിലെ ധാരണ. അവരിൽ 30 പേർ ജീവപര്യന്തം തടവനുഭവിക്കുന്ന തീവ്രവാദികളാണ്. അതേസമയം റഷ്യൻ ഇസ്രായേൽ ബന്ദിയായ 28 വയസ്സുകാരൻ സാഷ ട്രൂഫനോവിനെ അടുത്ത 3-4 ആഴ്ചയ്ക്കുള്ളിൽ ഹമാസ് മോചിപ്പിക്കുമെന്ന വിവരം ലഭ്യമായിട്ടുണ്ടെന്ന് ഇസ്രായേലിലെ റഷ്യൻ അംബാസിഡർ അനറ്റോലി വിക്ടറോവ് അറിയിച്ചു. 2023 ഒക്ടോബർ 7 സാഷ ട്രൂഫനോവിനെയും കുടുംബത്തെയും കിബറ്റ്സ് നിറോസിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. അതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ പിതാവ് ദാരുണമായി കൊല്ലപ്പെട്ടു. 2023 നവംബറിൽ സാഷ ട്രൂഫനോവിന്റെ അമ്മയെയും മുത്തശ്ശിയെയും കാമുകിയെയും ഹമാസ് വിട്ടയച്ചിരുന്നു. ട്രൂഫനോവിന്റെ ആരോഗ്യത്തെക്കുറിച്ച് റഷ്യൻ അംബാസിഡർ ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി. തട്ടിക്കൊണ്ടുപോയ അവസരത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നുവെന്നും അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ പൂർണ്ണമായും തൃപ്തികരമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. സാഷ ട്രൂഫനോവിനെ പിടികൂടിയ ശേഷം പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീകര സംഘടന പുറത്തിറക്കിയ 2 പ്രചരണ വീഡിയോകളിൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളിച്ചിരുന്നു. എന്നിരുന്നാലും റഷ്യൻ പൗരൻ ട്രൂഫനോവിനെ ജീവനോടെയും ആരോഗ്യത്തോടെയും തിരികെ നൽകുമെന്ന് ഹമാസ് മോസ്കോയ്ക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്.
ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ബന്ദികളെ മോചിപ്പിക്കുന്ന കരാർ ഒരു ബഹുമുഖ കരാറാണ്. അതിന്റെ പ്രാരംഭഘട്ടത്തിൽ 12 സ്ത്രീകളും കുട്ടികളും 50 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരും പരിക്കേറ്റ സാധാരണക്കാരും ഉൾപ്പെടെ 33 ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിക്കുക. ഇതിന്റെ ഭാഗമായാണ് ജനുവരി 25-ന് 4 ബന്ദികളെ കൂടി മോചിപ്പിക്കുമെന്ന് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം വരാനിരിക്കുന്ന 4 ആഴ്ചത്തെ എല്ലാ ശനിയാഴ്ചകളിലും 3 ബന്ദികളെ വീതം ഹമാസ് വിട്ടയക്കും. ബന്ദികളെ മോചിപ്പിക്കുന്ന കരാറിന്റെ ആദ്യഘട്ടത്തിന്റെ 42-ാം ദിവസം 14 ബന്ദികളെ മോചിപ്പിക്കാനുള്ള ധാരണയിലും ഹമാസ് എത്തിയിട്ടുണ്ട്. ഈ കരാറുകൾ ഇരുവിഭാഗവും എങ്ങനെ പാലിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇസ്രയേലും ഹമാസും തമ്മിലുള്ള തുടർന്നുള്ള നീക്കങ്ങൾ. കരാറുകൾ പാലിക്കപ്പെട്ടാൽ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി ഹമാസ് ശേഷിക്കുന്ന തടവുകാരെയും മോചിപ്പിക്കും. പ്രധാനമായും 50 വയസ്സിന് താഴെയുള്ള പുരുഷ ഇസ്രയേലി സൈനികരെയാകും 2ാം ഘട്ടത്തിൽ ഹമാസ് മോചിപ്പിക്കുക. ബന്ദികളെ കൈമാറ്റം ചെയ്യാനുള്ള കരാറിന്റെ 3ാം ഘട്ടത്തിൽ ഹമാസിന്റെ കയ്യിലുള്ള ബന്ദികളായവരുടെ മൃതദേഹങ്ങൾ ഇസ്രയേലിന് വിട്ടുനൽകും. ബന്ദികളുടെ കൈമാറ്റം കൂടാതെ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ 3 മുതൽ 5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഗാസ പുനർനിർമ്മാണ പദ്ധതിയും കരാറിന്റെ ഈ 3ാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ മാനുഷിക സഹായത്തിനും കുടിയിറക്കപ്പെട്ട പാലസ്തീനികളെ വടക്കൻ ഗാസയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുമുള്ള വ്യവസ്ഥകളും കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാസയിലെ പ്രത്യേക ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് പിൻവാങ്ങാനും കുടിയിറക്കപ്പെട്ട പാലസ്തീനികളുടെ തിരിച്ചുവരവ് സുഗമമാക്കാനും ഇസ്രയേലും സമ്മതം മൂളിയിട്ടുണ്ട്. ഈ കരാറിൽ ഹമാസ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വരും നാളുകളിൽ ഗാസ മുനമ്പിലെ നിവാസികൾക്ക് അതൊരു അനുഗ്രഹമായി തീരും. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോൾ ബന്ദികളെ മോചിപ്പിക്കലും മറ്റു വ്യവസ്ഥകളും ഉൾപ്പെടെയുള്ള കരാറിന്റെ എല്ലാ വിശദാംശങ്ങളും ഹമാസ് പാലിക്കുന്നുണ്ടെന്ന് അനുമാനിക്കാം. ഏറെ നാളായി നീണ്ടുനിന്ന രക്തച്ചൊരിച്ചിലിന് ശേഷം സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള നിർണായക ചുവടുവയ്പായി ഇതിനെ കണക്കാക്കാവുന്നതാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.